ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ ഒരു പൊട്ടാറ്റോ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റോയുടെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ബോണ്ടക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം മസാല തന്നെയാണ് ഇതിനും ആവശ്യമായിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. 5 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അല്പം കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. 4 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല, പെട്ടെന്ന് ഇത് കാണിച്ചു പോവാണ്. അപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന 3 പൊട്ടാറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1 എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് അല്പം ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ റസ്ക് പൊടിയാണ്. പിന്നെ നമ്മുടെ മസാല വേണം. പിന്നെ വേണ്ടത് 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 പൊട്ടാറ്റോ ബോൾസാണ് ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ 1/4 കപ്പ് മിൽക്ക് വേണം. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ബോൾസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ പാലിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ശേഷം ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ഉരുള മസാല എടുത്തിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അധികം പാടൊന്നുമില്ല. ഈ ബ്രെഡ് കുതിർന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ബോൾസാക്കി എടുക്കാം.
ഇപ്പോൾ മുഴുവൻ ബോൾസും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മസാലയും അതുപോലെ എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ റസ്ക് പൊടിയും എല്ലാം ഒരുമിച്ച് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാം ഒരുമിച്ച് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയായിരിക്കും. കട്ട്ലറ്റൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എഗ് ബോൾസൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ബോൾസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ റോളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പൊട്ടിപ്പോകുന്നില്ല. എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മുഴുവനായിട്ടും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. എല്ലാ വശവും ഒരുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ മുഴുവൻ സ്നാക്കും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾ എന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ.